ഇന്നത്തെ ഈ ചെടി വളർത്തുന്നതിലൂടെ ധനലാഭവും ഐശ്വര്യവും ശാന്തതയും സമാധാനവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. എല്ലാവരെയും യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണി പ്ലാന്റ്സ് അഥവാ പോത്തോസ് എന്നറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചാണ്. വളരെ ലളിതമായി പരിപാലിക്കാവുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. ഹൃദയാകൃതിയിലുള്ള ഇലകളും വള്ളിയായി വളരുന്ന ചെടിയുമാണ് ഇത്. മണി പ്ലാന്റിന്റെ പൊതുവായ വിവരങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ഏത് തരത്തിലുള്ള വെളിച്ചമാണ് ഇതിന് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്തതും ചെറുപ്രകാശത്തിൽ വളരുന്ന ഒരു ചെടി കൂടിയാണിത്. മിതമായ രീതിയിലുള്ള പ്രകാശം ലഭിച്ചാൽ നല്ല നിറവും വളർച്ചയും ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണിത്. ഈ ചെടിയെ സംബന്ധിച്ച് മണ്ണിൻ്റെ ഈർപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിൻ്റെ മുകൾ പാളി ഉണങ്ങിയാൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. അനാവശ്യമായുള്ള വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അത്യുത്തമം. ഇത് വെള്ളത്തിലിട്ട് വെച്ചാലും വളരാവുന്ന ഒരു ചെടി തന്നെയാണ്. അതിനാൽ ഈ ചെടി വീടുകളിലും അകത്തളങ്ങളിലുമൊക്കെ കുപ്പികളിലും മറ്റു പാത്രങ്ങളിലുമൊക്കെ വെള്ളത്തിൽ നടുന്ന ഒരു പതിവുണ്ട്. നടാനുള്ള മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഡ്രെയിനേജുള്ള വളക്കൂറുള്ള മണ്ണ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർക്കുന്നത് നന്നായിരിക്കും. അതുകൂടാതെ കൂളിംഗ് പിറ്റ്, പെർലൈറ്റ് എന്നിവ ചേർന്ന മണ്ണ് ഉപയോഗിക്കുന്നത് അനുയോജ്യമാണ്. ഇതൊക്കെ താപനിലയിലാണ് ഇത് ഏറ്റവും നല്ല വളർച്ച കാണിക്കുന്നതെന്ന് നോക്കാം. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനില. സാധാരണ ഗ്രഹ അന്തരീക്ഷത്തിൽ വളരുന്നതിന് പ്രശ്നമില്ലാത്ത ഒരു ചെടി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ താപനില അനുയോജ്യമാണ്. നല്ല വളർച്ച വേണമെന്നുണ്ടെങ്കിൽ മാസം തോറും ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ നൽകുന്നത് നന്നായിരിക്കും. ചെടികൾക്ക് പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുക്കുന്നതിന് ഇത് സഹായകരമാണ്. ചൈനീസ് ഫെങ്ഷി വിശ്വാസപ്രകാരം ഈ ചെടി വീട്ടിൽ വളർത്തുകയാണെങ്കിൽ കൂടുതൽ ധനം വരുന്നതായും ഏറ്റവും സമാധാനവും ഉണ്ടാവുന്നതായും അവർക്ക് വിശ്വാസമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ അകത്തളങ്ങളിൽ ഉണ്ടാവുന്ന വായു ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടി തന്നെയാണിത്. ഈ ചെടി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നടാവുന്നതിനെക്കുറിച്ചും വെള്ളത്തിൽ എങ്ങനെയാണ് നടുന്നതിനെക്കുറിച്ചും മണ്ണിൽ നടുന്നതിനെക്കുറിച്ചും ഇനി വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം ഇത് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. മണി പ്ലാന്റിനെ കുറിച്ചുള്ള പൊതുവിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.